ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇത് ഓർക്കിഡാണ്. നമ്മുടെ പഴയ ഒരു പോട്ടിനകത്ത് നിന്നതാണ്. അപ്പം നമുക്കതൊന്ന് റീപ്പോർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പം അതെങ്ങനെയാണ് റീപ്പോർട്ട് ചെയ്യുന്നതെന്ന് കാണിക്കാനായിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പോട്ട് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഓർക്കിഡിൻ്റെ കുറച്ച് പോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ നമ്മുടെ ഡാൻസിങ് ഗേൾ എന്ന് പറഞ്ഞ ഓർക്കിഡ്. ഇത് കണ്ടോ, അതിനകത്ത് അധികം എന്തോ ഒന്നും ഇട്ടിട്ടില്ല, കരി മാത്രം ഇട്ട് നട്ടത്. ഇതുണ്ടോ, നല്ലതായിട്ട് പിടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ഒന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതാണ്ട് ഇത് പഴയ ഓർക്കിഡ്, അത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം എല്ലാവേ. ഇതാണ് നമ്മൾ ഇഷ്ടികയ്ക്കകത്ത് മാത്രമാണ് നട്ടേക്കുന്നത്. ഇതുണ്ടോ, നല്ല വയലറ്റ് കളർ പൂ പിടിക്കുന്നതാണ്. ഇഷ്ടിക മാത്രം ഇട്ട് നട്ടാലും പിടിക്കും. പക്ഷെ പോട്ടിനൊക്കെ ഭയങ്കര വെയിറ്റ് ആയിരിക്കും. അപ്പം അധികം വെയിറ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് നടുന്നത് നമ്മളിതിനകത്ത് കാണിക്കുന്നത്. പണ്ട് കാലത്തെ ഒരു ചെടിച്ചട്ടിയാണ്. ഇതുണ്ടോ, മണ്ണിൻ്റെ. അപ്പോൾ നമ്മൾ ഈ പോട്ടാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ഇഷ്ടിക ഇടുന്നുണ്ട് അടിയിലായിട്ട്, കുറച്ച് മാത്രം. ഇത്തിരി ഇട്ടാൽ വെയിറ്റ് ആവുമേ. പിന്നെ നമ്മൾ വെക്കുന്നത് ഇതുണ്ട്, നമ്മുടെ തൊണ്ടാണ്. ചകിരിയുണ്ട്, ചകിരിയും വേണേലും വെക്കാമേ. ഇതുണ്ടോ, പിന്നെ കുറച്ച് ചകിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ വെയിറ്റ് ഇല്ല. ഇതുണ്ടോ, മൊത്തം നമ്മൾ ഇഷ്ടികയൊക്കെ ഇട്ട് കൊടുത്താൽ ഭയങ്കര വെയിറ്റ് ആയിരിക്കും. ഇതാകുമ്പം വലിയ വെയിറ്റ് ഇല്ല. ഇനി നമുക്ക് ആവശ്യമുള്ളത് കരിയാണേ. കട്ടയായിട്ടുള്ളതുകൊണ്ട് അത് എടുക്കാം. ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് പൊടിയായതുകൊണ്ട് അത് ഇടുവാണേ. ഇനി നമുക്ക് നമ്മുടെ ഈ ഓർക്കിഡ് ഇതിനകത്തോട്ട് ഇറക്കി വെക്കാവേ. അപ്പോൾ നമ്മൾ ഇതാണ്ട് ഈ ഓർക്കിഡ് ഇതിനകത്തോട്ട് ഇറക്കി വെക്കുവാണ്. എന്നിട്ട് കുറച്ച് ചകിരിയും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് വെക്കുക. ഇത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുക്കുക. നനച്ചിട്ട് നമ്മൾ തണലത്ത് എവിടെയിലോട്ടും കുറച്ച് ദിവസത്തേക്ക് മാറ്റി വെക്കണേ. അത്യാവശ്യം വെട്ടം വേണം, എന്നാലും തണലാണ് ഓർക്കിഡിന് കൂടുതലായിട്ട് വേണ്ടത്. അപ്പോൾ ബാക്കി പോട്ടുകൾ നമുക്ക് ഇതുപോലെ തന്നെ നിറച്ചെടുക്കാവേ. അപ്പോൾ നമുക്ക് ഇതാണ്ട് ഇതും കൂടെ ഒന്ന് മാറ്റി നടാവേ. ഇത് ഇതിനകത്തുനിന്ന് ഇങ്ങനെ ഇളക്കുക. ഇത് കണ്ടോ, അപ്പോൾ നമ്മൾ ഇതുണ്ട് ഇതിനകത്ത് ഇതുണ്ടോ ഓടും കരിയും മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇത് നല്ലതായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് 2-3 എണ്ണമായിട്ട് സെപ്പറേറ്റ് ചെയ്യാമേ. ഇത് കണ്ടോ, ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വേരുള്ളത് നോക്കി നമുക്കിത് 3 പ്ലാന്റ് ആക്കാം. ഇത് കണ്ടോ, വേരുള്ളതുകൊണ്ടേ മാറ്റുന്നതിന് കുഴപ്പമില്ല. മൂന്നായിട്ട് നമുക്ക് വെക്കാം. ഇതേപോലെ തന്നെ നമ്മൾ കുറച്ച് ഇഷ്ടിക ഇട്ടിട്ട് കുറച്ച് തൊണ്ടും വെച്ചിട്ട് നമ്മൾ ഇതിനകത്തോട്ട് താണ്ടേ കുറച്ച് കരിയിട്ടിട്ട് ഇതാണ്ട് നമ്മുടെ മറ്റേ നട്ട പോലെ തന്നെ കുറച്ച് ചകിരിയും വെച്ച് ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി. എല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം, തണലത്തോട്ട് തന്നെ വെക്കണേ. ഇതാണ്ട് ഇങ്ങനെ നമ്മൾ നമ്മുടെ ഈ മരത്തേലോട്ടൊന്ന് ഹാങ് ചെയ്യുവാണ്. അതിൽ മരമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് ഹാങ് ചെയ്തിടാം. മറ്റേ നിറച്ച പോലെ തന്നെ ഇതേ നമ്മൾ ഈ പോട്ട് നിറച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ ഡാൻസിങ് ഗേൾ തണ്ടേ കുഞ്ഞു പോട്ടിനകത്ത് ഇതുപോലെ തന്നെ നിറച്ചു. ഇതുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് നടാം. ഒട്ടും വെയിറ്റും ഇല്ല. നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇതുപോലെ ഓർക്കിഡ് നമുക്ക് നട്ടുപിടിപ്പിക്കാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ. പിന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.